ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അതായത് ഇന്ന് ഞാൻ വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആക്ച്വലി ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ദിവസമാണ് എന്നുള്ളത് ഈ ഒരു സമയത്ത് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഇതാ കുറ്റ്യാടി എത്തിയിട്ടുണ്ട്. അവിടെയാണ് സർവീസിന് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഒന്നുകിൽ നാളെ തരാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങളൊരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുന്നേ പോയപ്പോഴും ഞാൻ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ വാങ്ങിച്ചിട്ട് വരിക ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് നേരം ഉണ്ടല്ലോ, എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് സ്റ്റേഷനറി സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. പിന്നെ എന്നിട്ടും ഒരുപാട് സമയം ഉണ്ടായപ്പോൾ പിന്നെ ഞാൻ സനുവിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എന്തായാലും മുടിയൊക്കെ കളർ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെയ്തിട്ട് വന്നോ, സമയമുണ്ടല്ലോ, കുഞ്ഞാവയം ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണല്ലോ, പിന്നെ ഇങ്ങനെ കുറച്ച് ഫ്രീ ആണല്ലോ, നീ പോയിട്ട് ചെയ്തിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ കുറ്റ്യാടിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബ്യൂട്ടി പാർലറാണിത്, ഓറിയൻ എന്ന് പറഞ്ഞിട്ട്. ഇത് യൂണിസെക്സ് ആണ്, നല്ല അടിപൊളി കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ബ്യൂട്ടി പാർലറാണ് കേട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കുറച്ച് രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. എൻ്റെ മുടി കുറച്ചൊരു ഡ്രൈ ഹെയർ ആണ്, അപ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് കളർ ചെയ്യാനൊക്കെ എത്രയാവും അങ്ങനെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു മുടി കുറച്ച് ലെങ്ത് ഉണ്ട്, പക്ഷെ നന്നായിട്ട് ഡ്രൈ ഹെയർ ആണ് എന്നുള്ളത് പറഞ്ഞേ. എനിക്കും പൊതുവേ മുടി ലെങ്ത് ഉണ്ടെങ്കിലും എനിക്ക് അത്ര എൻ്റെ ഒരു സ്വന്തം ഹെയറിൻ്റെ ഒരു ഫാനൊന്നുമല്ല ഞാൻ. എനിക്ക് അങ്ങനെ തീരെ ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര ഒരു ഫ്രിസി ഹെയർ ആയതുകൊണ്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരിങ്ങനെ നോക്കിയപ്പോഴും പറഞ്ഞു കുറച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കളർ ചെയ്യാതെ ആകുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ടാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം വീട്ടിലും എവിടെയും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെയുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ മുടി ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഭംഗിയിൽ കിടക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ, ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ എനിക്കിപ്പോഴത്തെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ പറയാണ്ട് വന്നുകൊണ്ട് തന്നെ വീട്ടിലെന്ത് പറയുമെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇതാ സർവീസ് കൊടുത്തിടത്തേക്ക് തന്നെ വന്നു. അവിടെ എത്തുമ്പോഴത്തേക്കും വണ്ടി റെഡിയായില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേക്കന്നെ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെയും അവരോട് ഇങ്ങനെ പറഞ്ഞ് കുഞ്ഞുവാവേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ലാസ്റ്റ് വേഗം റെഡിയാക്കി തന്നു കേട്ടോ. ഞാൻ എന്നിട്ട് മുടിയൊക്കെ ഒന്ന് ടൈ ചെയ്ത് വെച്ചു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വണ്ടിയിലൊക്കെ പോകുമ്പം വേഗം മുടി ഇങ്ങനെ ചീത്തയായി പോകുമല്ലോ. അപ്പോൾ ടൈ ഒക്കെ ചെയ്ത് വെച്ചിട്ട് വീട്ടിൻ്റെ അടുത്ത് എത്താനായി കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്താനായി. എന്നിട്ട് നമുക്ക് നോക്കാം എന്താ അമ്മ പറയാന്നുള്ളത്, അച്ഛനും അമ്മയൊക്കെ എന്താ പറയാന്നുള്ളത്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് 9 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഇപ്പം 2 മണിയൊക്കെ കഴിഞ്ഞു. ഞാനവിടെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറ്റ്യാടി പോയതാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പം അവർക്ക് ആർക്കും അറിയില്ല ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നുള്ളതൊന്നും കളർ ചെയ്യുന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അവരെന്താ പറയാന്നുള്ളത് നോക്കുക. കാരണം ഇത്രയും നേരം കുഞ്ഞാവിനൊക്കെ ആക്കിയിട്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്ന് എന്തായാലും വഴക്ക് പറയും. എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. എന്താ പൊന്നിങ്ങനെ നോക്കുന്നത്? ആ എന്താക്കാനാ? എന്നെ നോക്കമ്മേ. എങ്ങനെയുണ്ട് പറ. ഇതൊന്നല്ല, ഞാൻ അവിടെ അത് കഴിഞ്ഞിട്ടും വന്നിട്ട് അവിടെ ഇരുന്ന് പറ എങ്ങനെയുണ്ട് പറ. ഇഷ്ടമില്ല അമ്മമ്മക്ക്? എനിക്ക് ഇഷ്ടമായിടാ, എനിക്ക് ഇഷ്ടമായി. നോക്ക് എൻ്റെ മുടി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പറ. ഞാൻ വീട്ടിലെത്തി, ഭക്ഷണം എല്ലാം കഴിച്ചു. പിന്നെ അമ്മേൻ്റെത് കേട്ടിച്ചില്ലേ, അമ്മക്ക് മുടി മുറിക്കുന്ന അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മക്ക് അത്ര ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് മുടി മുറിച്ച കണ്ടപ്പോൾ എന്തോ പോലെ ആയിട്ടാണ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അച്ഛൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ ട്യൂഷൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചൊക്കെ ഇഷ്ടമായോ എന്ന്. എനിക്കിത് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആകാംക്ഷ. ചോദിച്ചോക്കട്ടെ. എടാ ഇതെങ്ങനെയുണ്ട് മുടി മുറിച്ചത്? ആ രസമുണ്ടാ? സമാധാനം. അമ്മക്കൊന്നും ഇഷ്ടമായിട്ടില്ലല്ലോ. മുടി മുറിച്ചെന്ന് മനസ്സിലാവില്ല. ചേരുന്നുണ്ടാ? എന്നാ പഠിച്ചോ.
പഠിച്ചു. ഇവർക്ക് പരീക്ഷയാണ് നിന്ന് പഠിച്ചു. ശ്രീദേവ ചിരിക്കണ്ട. ഞാൻ ചോദിക്കാം എനിക്ക് എൻ്റെ മുടി ചെയ്ത് ഇഷ്ടമായിനോ ഇല്ലയോ? ഇഷ്ടമായിന്? എനിക്ക് ഇഷ്ടമായിനാ? ഋഷിക്ക് ഇഷ്ടമായിന്? എനിക്ക് ഇഷ്ടമായിനാ? അവൾക്ക് ഇഷ്ടമായിന്. എനിക്കും ഭയങ്കര ഇഷ്ടമായിന്. അപ്പം കൂടുതൽ ആൾക്കാരും പറഞ്ഞത് ഇഷ്ടമായി എന്നാണ്. ചില ആൾക്കാർ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം എൻ്റെ മോൾക്ക് നല്ല പനിയാണ്. അപ്പം എനിക്ക് ഇഷ്ടമായിനോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം അല്ലേ? ചാച്ചന് ഭയങ്കര ചുമ. അപ്പം ടാറ്റ ബൈ ബൈ പറയോ? ടാറ്റ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അവർ ഭയങ്കര പഠിത്തം. എന്നാൽ ശരി.